മലയാള സിനിമാ ചരിത്രത്തെയും ആഗോള ബോക്സ് ഓഫീസിനെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിന്റെ ദൃശ്യം 3 സമാനതകളില്ലാത്ത ഒരു വൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിലീസ് ചെയ്ത് വെറും 58 മണിക്കൂറിനുള്ളിൽ തന്നെ 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്ത് 7 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ 200 കോടി രൂപയുടെ കളക്ഷൻ എന്ന ചരിത്ര നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ മോഹൻലാൽ ചിത്രമായി ദൃശ്യം 3 മാറിയിരിക്കുന്നു എന്നത് ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കേരളത്തിൽ മാത്രം 465 സ്ക്രീനുകളിലും ലോകമെമ്പാടുമായി ഏകദേശം 3000 സ്ക്രീനുകളിലുമായി മോഹൻലാലിന്റെ ജന്മദിനത്തിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ആ കാത്തിരിപ്പിനെ ഒട്ടും നിരാശപ്പെടുത്താത്ത രീതിയിൽ ആഗോള പ്രേക്ഷകർ ഈ ചിത്രത്തെ നെഞ്ചിലേറ്റിയിരിക്കുന്നു. ഈ വമ്പൻ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം കേവലം സൂപ്പർ താര പരിവേഷം മാത്രമല്ല, മറിച്ച് അതിന്റെ കൃത്യതയാർന്ന തിരക്കഥയും സംവിധായകന്റെ ദീർഘവീക്ഷണവുമാണ്. 2013 മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്രൈം ത്രില്ലറായി തുടക്കം കുറിച്ച ജോർജ് കുട്ടിയെയും കുടുംബത്തിന്റെയും കഥ പിന്നീട് 8 വർഷങ്ങൾക്ക് ശേഷം കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് രണ്ടാം ഭാഗമായി പ്രേക്ഷകരിലേക്ക് എത്തിയത്. തിയേറ്റർ റിലീസ് സാധ്യമാകാതിരുന്നിട്ടും അന്നത്തെ OTT റിലീസിനെ ഇരുകൈയും നീട്ടിയാണ് സിനിമാ പ്രേമികൾ സ്വീകരിച്ചത്. ആ ആത്മവിശ്വാസത്തിൽ നിന്ന് കെട്ടിപ്പടുത്ത മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോൾ മീന, എസ്തർ അനിൽ, അൻസിബ, സിദ്ദിഖ്, ആശ ശരത്, മുരളി ഗോപി എന്നിവരടങ്ങുന്ന ശക്തമായ ഒരു വലിയ താരനിരയെ നിലനിർത്തിക്കൊണ്ട് തന്നെ കഥയുടെ ക്രാഫ്റ്റ് ചോർന്നു പോകാതെ സൂക്ഷിക്കാൻ ജിത്തു ജോസഫിന് സാധിച്ചിട്ടുണ്ട്. ബിഗ് ബജറ്റ് മാസ് ചിത്രങ്ങളുടെ വിപണി തന്ത്രങ്ങളെ മുഴുവൻ മാറ്റിക്കൊണ്ട് ഈ ഒരു പ്യുവർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഡ്രാമയ്ക്ക് ഇത്രയും വലിയ മാർക്കറ്റ് ഡൈനാമിക്സ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ദൃശ്യം 3 തെളിയിച്ചിരിക്കുന്നു. ഈ ഒരു പ്രോജക്റ്റിന്റെ വിജയം മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണ്. പ്രാദേശികമായ ഒരു കഥാപരിസരത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിച്ചാൽ ലോകമെമ്പാടുമുള്ള സിനിമാസ്വാദകർ അതിനെ സ്വീകരിക്കുമെന്ന വലിയ പാഠമാണ് ഇത് നൽകുന്നത്. വെറും തിയേറ്റർ കളക്ഷൻ എന്നതിലപ്പുറം റീമേക്ക് റൈറ്റ്സ്, സാറ്റലൈറ്റ് വാല്യൂ, അന്താരാഷ്ട്ര തലത്തിലുള്ള റിലീസ് സാധ്യതകൾ എന്നിവയെല്ലാം ഈ പുതിയ ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ ദൃശ്യം 3 കഴിഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് തുടർച്ചയായ ഭാഗങ്ങൾ വരുമ്പോൾ ഉണ്ടാകാനിടയുള്ള ലാഗോ പ്രൊഡക്റ്റബിലിറ്റിയോ പൂർണ്ണമായും ഒഴിവാക്കി പ്രേക്ഷകന്റെ ചിന്തകൾക്ക് മുന്നേ സഞ്ചരിക്കുന്ന ഒരു നറേറ്റീവ് സ്ട്രക്ചർ രൂപകൽപ്പന ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഈ ചിത്രത്തെ വേറിട്ടു നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ബിസിനസ് വ്യാപ്തിയെ അന്താരാഷ്ട്ര തലത്തിൽ 3000 സ്ക്രീനുകളിലേക്ക് വരെ എത്തിക്കാൻ ഈ ബ്രാൻഡിന് സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. ക്രിട്ടിക്കലായി വിലയിരുത്തിയാൽ ദൃശ്യം 3 എന്ന സിനിമ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ഹൈപ്പുകളേക്കാൾ പ്രധാനം ചിത്രത്തിന്റെ സ്വാഭാവികമായ ക്രിയേറ്റീവ് ചോയ്സുകളും കഥയുടെ ബലവും ആണ് എന്നതാണ്. 4ാം ക്ലാസ്സുകാരനായ ജോർജ് കുട്ടിയുടെ മൂന്നാം വരവ് വെറും ഒരു മാസ് എന്റർടൈനർ എന്നതിലുപരി പ്രേക്ഷകനെ മാനസികമായി സിനിമയോടെ അടുപ്പിക്കുന്ന തിരക്കഥയുടെ കരുത്തുകൊണ്ടാണ് വിജയിച്ചത്. 13 വർഷമായി ഈ കഥാപാത്രത്തെയും കുടുംബത്തെയും പിന്തുടരുന്ന പ്രേക്ഷകരുമായുള്ള വൈകാരികമായ ആ ഒരു ബന്ധം നിലനിർത്താൻ കഴിഞ്ഞു എന്നത് സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും വലിയൊരു വിജയമാണ്. സൂപ്പർ താര ചിത്രങ്ങൾ വലിയ രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളോ മറ്റ് കെട്ടുകാഴ്ചകളോ മാത്രം ഒതുങ്ങാതെ നല്ലൊരു കണ്ടന്റിലൂടെ ബോക്സ് ഓഫീസ് ഭരിക്കാൻ കഴിയുമെന്ന കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ് ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു യഥാർത്ഥ സിനിമാസ്വാദകനെ സംബന്ധിച്ച് ദൃശ്യം 3 എന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകളും അതിന്റെ മേക്കിംഗ് രീതികളും കൃത്യമായി വിശകലനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് മലയാള സിനിമയുടെ ആഗോള വിപണിയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു വലിയ നാഴികക്കല്ലാണ്. കേവലം ഒരു തരംഗം എന്നതിലുപരി നമ്മുടെ സിനിമകളുടെ വിതരണ ശൃംഖലയും പ്രേക്ഷക സ്വീകാര്യതയും എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വിജയ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ചിത്രത്തിന്റെ തിരക്കഥാപരമായ കെട്ടുറപ്പിനെ കുറിച്ച് വെറും 7 ദിവസം കൊണ്ട് നേടിയ 200 കോടിയുടെ ചരിത്ര കുതിപ്പിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ കൃത്യമായ വിലയിരുത്തലുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചർച്ച കൂടുതൽ സിനിമാ പ്രേമികളിലേക്ക് പങ്കുവയ്ക്കുക.